الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم ഏറ്റവും സ്നേഹ ബഹുമാനാദരവും നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു സാലിഹായ വലിയ സൽക്രമമായി അല്ലാഹു നമ്മിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാർ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് അറിവ് പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും എന്നിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ പകർന്നു കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, കൂടുതൽ രാമക വിരസതയില്ലാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മേഖലകളിലൂടെ ഇൻഷാ അല്ലാഹ് അല്പം നമുക്കൊന്ന് സഞ്ചരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ജുൻദുബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക സമൂഹത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട ജുൻദുബ് റളിയല്ലാഹു തആല അൻഹു അഥവാ ബനു ഗിഫാറിൽ നിന്നും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് അഞ്ചാമതായിട്ട് കടന്നു വന്ന മഹാനാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹു അഥവാ ജുൻദുബ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ പ്രവാചകർ തന്റെ ജീവിതത്തിൽ പകർത്തിയതും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പറഞ്ഞതുമായ ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ജുൻദുബ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എപ്പോഴും സന്തത സഹചാരിയെ പോലെ എപ്പോഴും പ്രവാചകന്റെ അധ്യാപനങ്ങൾ കേൾക്കാനും പ്രവാചകന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും വേണ്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പം നിൽക്കുന്ന പ്രവാചകന്റെ ഏറ്റവും വലിയ ഇഷ്ടദാസൻ മഹാനായ ജുൻദുബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ അവിടെ നിന്ന് കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവേ അവിടെ നിന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ തന്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളോ ഓർമ്മപ്പെടുത്തലുകൾ എനിക്കൊന്ന് തരുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് പറയുമ്പോ അല്ലാഹു
അല്ലാഹുവേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് തങ്ങൾ ചോദിക്കുമ്പോൾ ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ നിന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാ യാ അബാ ദർ ജദ്ദിദി സഫീനത നിന്റെ കപ്പലിനെ നീ നന്നാക്കണേ ജുന്ദുബ് നിന്റെ ജീവിതത്തിൽ നിന്റെ കപ്പലിനെ നീ വല്ലാതെ ഉറപ്പ് വരുത്തണേ നീ അതിനെ നന്നാക്കി എടുക്കണേ ജുന്ദുബ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് ഫഇന്നൽ ബഹറ ആയമുള്ള കടലിലാണ് നിന്റെ മുമ്പിലുള്ളത് ഏറ്റവും കൂടുതൽ ആയം കൂടിയ കടലാണ് നിന്റെ മുമ്പിലുള്ളത് അതുകൊണ്ട് നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കണേ ജുന്ദുബ് എന്ന് അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിനോട് പഠിപ്പിക്കുകയാണല്ലോ. എന്താണ് എൻ്റെ പ്രിയമുള്ളവരെ അവിടെ തന്റെ കപ്പല് എന്ന് പറയുന്നത്? എന്താണ് അവിടെ ബഹർ എന്ന് പറയുന്നത്? നിന്റെ കപ്പല് നീ നന്നാക്കണം പുതുക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചത്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് സ്നേഹത്തോടു കൂടി പറഞ്ഞത്, വരാനിരിക്കുന്ന നമ്മുടെ ശരീരമുണ്ടല്ലോ പടച്ചോപ്പേ, നമ്മുടെ ശരീരമുണ്ടല്ലോ, വരാനിരിക്കുന്ന ഒരുപാട് ദിനങ്ങളുണ്ടല്ലോ അല്ലാഹുവേ, അവിടെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് വരുമല്ലോ, ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ വരുന്ന ജീവിതത്തിൽ നമുക്ക് വരുമല്ലോ. നമുക്ക് ഖബർ വരാനുണ്ട്, ഹിസാബ് വരാനുണ്ട്, നമുക്ക് മഹ്ശർ വരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ടല്ലോ. ഇവിടെയെല്ലാം നമുക്ക് വല്ലാത്ത പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പഠിപ്പിക്കുകയാ ജദ്ദിദി സഫീനത നിന്റെ കപ്പൽ എന്ന് പറയുന്ന നിന്റെ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തെ നീ നന്നാക്കി എടുക്കണേ. ഫഇന്നൽ ബഹറ നിന്റെ ജീവിതത്തിൽ ആയമുള്ള കടൽ നിന്റെ മുമ്പിലൂടെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഹറാമ് കാണല്ലേ, ഹറാമ് പ്രവർത്തിക്കല്ലേ, ഹറാമ് ചെയ്യല്ലേ, ജീവിതത്തിൽ ഹറാമിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു പോകരുത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നും പഠിപ്പിക്കുകയാണല്ലോ. വീണ്ടും അവിടെ നിന്ന് പറയുകയാ നീ ഭക്ഷണത്തെ ഒരുപാട് നിന്റെ കയ്യിൽ നീ ശേഖരിച്ചു വെക്കണേ. കാരണം നിന്റെ യാത്ര വല്ലാത്ത സുദീർഘമാണല്ലോ, നിന്റെ ജീവിതത്തിൽ ഒരുപാട് സുദീർഘമുള്ള യാത്രയാണ് നീ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ യാത്രയിലോ അല്ലാഹ് നിനക്ക് ഉപയോഗിക്കാനുള്ള, നിനക്ക് കഴിക്കാനുള്ള, നിന്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കാനുള്ള ഒരുപാട് ഭക്ഷണം നീ കരുതേണ്ടതുണ്ട്. അല്ലാഹ് നിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ തരാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ നീ ഒരുപാട് അമലുകൾ കരുതണേ സഹബാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായിട്ട് പറഞ്ഞു, ജദ്ദിദി സഫീനത നിന്റെ ശരീരത്തെ നീ എന്ത് ചെയ്യ്, നീ പുതുക്ക്, നീ നന്നാക്കിയെടുക്ക്. എന്തായിരുന്നു കാരണം? നിന്റെ മുമ്പിൽ ഒരു വലിയ കടലുണ്ട്, ആ കടലിലൂടെ നിന്റെ കപ്പൽ ഓട്ടിപ്പോകണമെങ്കിൽ നിന്റെ ശരീരത്തെ നീ നന്നാക്കാതെ നിനക്ക് അതിന്റെ കഴിയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ വീണ്ടും അവിടുന്ന് പറഞ്ഞെന്താ, നീ ഒരുപാട് അമലുകൾ, നീ ഒരുപാട് ഭക്ഷണം എടുത്ത് കൊണ്ടുപോകുന്നതിന് നീ അധികരിപ്പിക്കുക. ഒരുപാട് ധാരാളം ഭക്ഷണം നീ ശേഖരിച്ചിട്ട് വെക്ക്, ധാരാളം ഭക്ഷണം നീ ശേഖരിച്ചു വെക്ക്. കാരണം എന്താണ്? ഒരുപാട് അമലുകൾ നമ്മുടെ മുമ്പിൽ വേണമല്ലോ, നിസ്കാരങ്ങൾ വേണമല്ലോ, നോമ്പ് വേണമല്ലോ, സക്കാത്തുകൾ കാണുമല്ലോ, ഒരുപാട് സ്വലാത്തുകൾ, സുന്നത്തുകൾ, അല്ലാഹുവേ ഒരുപാട് ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ വേണമല്ലോ. അല്ലെങ്കിലോ ആ യാത്ര
പോകുന്ന യാത്ര പിന്നെ തിരിച്ചു വരാനുള്ളതല്ല. നമ്മുടെ മുമ്പിലേക്ക് മരണത്തിന്റെ മാലാഖ കടന്നു വന്നാൽ ആ മരണത്തിന്റെ മാലാഖ നമ്മുടെ കടന്നു വന്നിട്ട് റൂഹിനെ അങ്ങ് പിടിച്ചു കൊണ്ടുപോയാ ഒരിക്കലും പിന്നെ നമ്മൾ തിരിച്ചു വരില്ലല്ലോ. ഒരിക്കലും നമ്മൾ പിന്നെ തിരിച്ചു വരില്ലല്ലോ. അങ്ങനത്തെ ലോകത്തേക്കാണല്ലോ നമ്മുടെ യാത്ര പോകുന്നത്. അങ്ങനത്തെ ലോകത്തേക്കാണ് നമ്മുടെ യാത്ര പോകുന്നത്. ഈ ദുനിയാവിന്റെ തുരുക്കമുകളിൽ പിന്നെ നമ്മൾ കാലുകുത്തുന്നില്ല. പിന്നെ ആറടി മണ്ണിലാണല്ലോ. പടച്ചുറപ്പേ, ഒരു ദിവസം നമ്മുടെ നാട്ടിൽ നിന്ന് ആരൊക്കെയോ പറയുകയാ, ഇന്നാലിന്റെ വ്യക്തിയോഗത്തോട് വിട പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നാലിന്റെ വ്യക്തിയോഗത്തോട് വിട പറഞ്ഞു. പടച്ചുറപ്പേ, നമ്മുടെ പേരെടുത്തിട്ട് അവിടെ പറയുകയാണല്ലോ. മരിച്ചു കഴിഞ്ഞാൽ ആ സമയത്തോടെ തന്നെ നമ്മുടെ പേരെടുത്തിട്ടാണ് മരിച്ചു എന്ന് പറയുന്നത്. കുറച്ചങ്ങ് കഴിഞ്ഞാൽ പിന്നെ പേര് മയ്യത്താണല്ലോ. എപ്പോഴാ മയ്യത്തെടുക്കുന്നത്? എപ്പോഴാണ് മരിച്ചത്? എപ്പോഴാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്? എപ്പോഴാണ് മയ്യത്ത് കഫൻ പൊതിയുന്നത്? എപ്പോഴാണ് പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുപോകുന്നത്? ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ ചോദ്യങ്ങൾ, മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലാഹുവേ, ഇതാണടാ മരണമെന്ന് പറഞ്ഞാൽ ആ മരണം പിന്നെ കടന്നു വന്നാ പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ വീടുള്ളറ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും പിന്നെ ഉള്ളത് എവിടെയാണെന്നറിയോ? ആറടി മണ്ണിലാണ് ഉമ്മ, ആറടി മണ്ണിലാണ് ഉമ്മ. ഖബറിന്റെ ഉള്ളറയിലാണ്, ഖബറിന്റെ ഉള്ളറയിലാണ്. കൂരിട്ടോ പടച്ചുറപ്പേ, ഇരുട്ടിന്റെ പൈന്റിട്ട വീടാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനല്ലാഹ്, അതിൽ കിടക്കേണ്ടതാണ് സുബ്ഹാന. പടച്ചുറപ്പേ, എല്ലാവരും ദുനിയാവിന്റെ തൊലിക്കുമുകളില് വലിയ മണിമാളികളിൽ ഇരിക്കുമ്പോ, വലിയ കോട്ടകൊത്തളങ്ങളുള്ള അറയിൽ നമ്മൾ ജീവിക്കുമ്പോ, ഏറ്റവും വലിയ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ പരിഭാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ, ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, സൗന്ദര്യങ്ങളുണ്ട്. ഇതിന്റെ മുകളിലൂടെയെല്ലാം നമ്മൾ ദുനിയാവിൽ സഞ്ചരിച്ചവരാണല്ലോ, ഇവിടെ നമ്മൾ ജീവിക്കുന്നവരാണല്ലോ. പടച്ചുറപ്പേ, നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ പിന്നെ നമ്മളെ കാത്തിരിക്കുന്നത് പടച്ചുറപ്പേ ഇരുട്ടിന്റെ വീടാണല്ലോ. അല്ലാഹുവേ, ഒരു തുള്ളി പോലും വെളിച്ചമില്ല. ഇനി ഒരിക്കലും തന്നെ നമ്മൾ വരില്ല എന്ന് നമ്മളെ ഉത്തരകുത്തുന്ന ഭവനമാണ്. ഇനി ഒരിക്കലും നമ്മൾ അല്ലാഹുവേ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ നമ്മളെ കൊണ്ട് കഴിയാത്ത വീടാ. അതാണ് ഖബറെന്ന് പറഞ്ഞാൽ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരുപാട് നീ അധികരിപ്പിക്കുക എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ ഒരുപാട് അമലുകൾ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം. എന്ത് വേണം? ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ. കാരണം എന്താണ്? ഈ യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു സുദീർഘമായ യാത്രയാണ്. ഒരിക്കലും പിന്നെ നിന്റെ നാട്ടിലേക്ക്, തൻ്റെ വീട്ടിലേക്ക്, തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക്, തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ അടുത്തേക്ക് ഒരിക്കലും തന്നെ നമ്മൾ ഇനി പിന്നീട് തിരിച്ചു വരാത്ത യാത്ര അല്ലേ? മരണമെന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ എല്ലാ മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധമായ ഖുർആൻ നമ്മെ ഈ ഒരു കാര്യം പഠിപ്പിച്ചിട്ട്, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിനകത്തേക്ക് മരണത്തിന്റെ മാലാഖ കടന്നു വന്നാൽ പിന്നീട് ഒരിക്കലും തന്നെ നമ്മൾ പറയാനും അസ്രാഈലിന്റെ സമയമെന്ന് പിന്തിപ്പിച്ചുകൊണ്ട് അല്ലാഹ് എന്ന് നമ്മൾ കെഞ്ചിക്കൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ, നമ്മൾ എത്ര പടച്ച തമ്പുരാനോട് നമ്മൾ പറഞ്ഞാലും എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുവീഴ്ച നൽകാത്ത സമയമാണ് മരണത്തിന്റെ സമയം എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് രോഗം വന്നു, ഡോക്ടറെ മുമ്പിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ട് പറയാം, ഡോക്ടറെ എന്ത് വേണമെങ്കിലും തരാം, നിങ്ങളൊന്നും ഇതിന് വേണ്ടി ശ്രമിക്കും
വിരമിക്കൂ എന്ന് പറഞ്ഞാൽ ഡോക്ടർ തയ്യാറാകും. നേരെ മറിച്ച് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് പറയാൻ പടച്ചോനെ എന്റെ ആയുസ്സൊന്ന് നീട്ടിക്കൊണ്ട എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കൂല. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, വീണ്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നും പറയുകയാണ്, അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അവിടുന്ന് പറയുകയാണ്, വഅഖ്ലിസുൽ അമല, നീ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും കൂടുതൽ നീ ഖുശൂ വരുത്തണേ സഹാബ. ഇഖ്ലാസോട് കൂടി നിന്റെ ഓരോ അമലുകളും നീ ചെയ്യണേ സഹാബ. ഫഇന്നന്നാഖിദ ബസിറ, നിന്നെ നിരീക്ഷിക്കുന്നവനായ പടച്ച തമ്പുരാനുണ്ടല്ലോ, ആ പടച്ച തമ്പുരാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് സഹാബ. ആ പടച്ച തമ്പുരാൻ എല്ലാ കാര്യങ്ങളും അവിടുന്ന് അറിയുന്നവനാണ്. അതുകൊണ്ട് ആ അള്ളാന്റെ മുമ്പിൽ നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, നീ പറയുന്നതിനും നീ കേൾക്കുന്നതിനും നീ ചിന്തിക്കുന്നതിനും നിനക്ക് ഏറ്റവും കൂടുതൽ ഖുശൂ ഉണ്ടാകണേ, നിനക്ക് ഇഖ്ലാസ് വേണേ സഹാബ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നമ്മുടെ ഓരോ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് അത് നമ്മുടെ നിയ്യത്ത് പോലെയാണ്. നമ്മൾ ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ട്, ഒരുപാട് സക്കാത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പടച്ച തമ്പുരാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ചെയ്യുമ്പോൾ അല്ലാഹുവേ ഹൃദയത്തിനകത്ത് ഒരുപാട് ദുനിയാവിന്റെ ചിന്തകളാണല്ലോ, മറ്റുള്ളവർ കാണണമെന്ന ചിന്തകളാണല്ലോ, മറ്റുള്ളവർ എന്നെ കുറിച്ച് നല്ലത് പറയേണ്ട ചിന്തകളാണല്ലോ, മറ്റുള്ളവർ നിന്നെ കുറിച്ച് ഏറ്റവും നല്ലവനാണ്, ആബിദാണ്, ദാക്കിറാണ്, സ്വാലിഹാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്തു കൂട്ടിയത്. എന്നാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും തന്നെ നന്മകൾ കണ്ടെത്താൻ കഴിയില്ല, അതിന് നിനക്ക് ഒരിക്കലും തന്നെ പ്രതിഫലം നൽകില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമ്മെ പഠിപ്പിക്കാൻ, നിന്റെ ജീവിതത്തിൽ നീ ഇഖ്ലാസോട് കൂടിയിട്ട് വേണേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. ജീവിതത്തിന്റെ ഓരോ മേഖലകളും നമ്മൾ കഴിച്ചു കൂട്ടുമ്പോൾ ആ ജീവിതത്തിന്റെ മേഖലകളിലൊക്കെ ഇഖ്ലാസ് വേണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. വീണ്ടും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഖഫിഫിൽ അസ്ഖാൽ, നീ ഏറ്റവും കൂടുതൽ ഭാരം നീ കുറക്കണേ സഹാബ, നീ ഭാരം കുറക്കണേ സഹാബ. എന്തിന്റെ ഭാരമാണെന്നറിയോ? അല്ലാഹുവേ തെറ്റിന്റെ ഭാരമാണ്. ഹറാം കണ്ട്, ഹറാം കേട്ട്, ഹറാം ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന നമ്മളുണ്ടല്ലോ, അല്ലാഹുവേ ജീവിതത്തിൽ കണ്ടതും കേട്ടതുമായ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ. ഈ തെറ്റുകുറ്റങ്ങളെ മുഴുവനും പടച്ചുറപ്പേ ഹൃദയത്തിൽ നിന്ന് മായിച്ചു കളയാനുള്ള ഏറ്റവും നല്ല മനസ്സ് കാണിക്കണം അമ്മ, ഏറ്റവും നല്ല മനസ്സ് കാണിക്കണം അമ്മ. ആ തെറ്റുകുറ്റങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ കൊണ്ടുപോകല്ലേ, ആ തെറ്റുകുറ്റങ്ങളുടെ മുമ്പിലൂടെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ കൊണ്ടുപോകരുത്. എന്തെന്നറിയോ? ഫഇന്ന ഫിത്ത്വരീഖി അഖബത്തുൻ ഖൗദ്, മരണശേഷമുള്ള വഴി ഏറ്റവും ദുർഘടമായ വഴികളാണല്ലോ. ലാ യഖ്തഉഹാ ഇല്ലൽ മുഖഫിഫൂൻ. അല്ലാഹുവിന്റെ ഹബീബ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരാണ് തന്റെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ അവിടെ നിന്ന് പരിഹരിച്ചുകൊണ്ട് കടന്നു പോകുന്നവന് അവനിക്ക് മാത്രമാണ് അതിലൂടെ കടന്നു പോകാൻ കഴിയുന്നത്. ഏറ്റവും നല്ല മാർഗത്തിലൂടെ, ഏറ്റവും നല്ല വഴികളിലൂടെ, ഏറ്റവും സുഖസുന്ദരമായിട്ട് കടന്നു പോകാൻ അവനെ കൊണ്ട് മാത്രമേ കഴിയൂ, അവനെ കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിലുണ്ടല്ലോ ഹറാമ് കാണുന്നതിനെ ഒഴിവാക്കിക്കോ, ഹറാമ് കേൾക്കുന്നതിനെ ഒഴിവാക്കിക്കോ, ഹറാമ് ചിന്തിക്കുന്നതിന്, ഹറാമ് പറയുന്നതിന് തന്റെ ജീവിതത്തിൽ നിന്നും പടിയെടുത്ത് കളഞ്ഞോ. എന്നാ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏറ്റവും കൂടുതൽ വിജയിയാകാൻ കഴിയുമല്ലോ. അല്ലെങ്കിലോ നിന്റെ ജീവിതത്തിൽ പരാജയമാണല്ലോ, നിന്റെ ജീവിതത്തിൽ നിനക്ക് പരാജയമാണല്ലോ. അല്ലാഹ് ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹുവേ. ജീവിതത്തിലൂടെ നീളം മുഴുവനും പടച്ചു തമ്പുരാനെ നിന്നെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഇഷ്ടദാസന്മാരെ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഒരിക്കലും തന്നെ ഞങ്ങളിൽ ഒരാളെയും നീ കൈവടിയല്ല അല്ലാഹ്. പടച്ചറബ്ബേ, നീ ഞങ്ങളെ കൈവടിഞ്ഞാൽ അല്ലാഹ് ഞങ്ങളെ സ്വീകരിക്കാൻ ഒരാളും തന്നെ ഇല്ല തമ്പുരാനെ. അതുകൊണ്ട് ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് നന്മ തരണേ അല്ലാഹ്. ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് നന്മ തരണേ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ പാപത്തിന്റെ കരകൾ മുഴുവനും കഴുകിക്കളഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവേ വരൾച്ച വരുമ്പോൾ അമിതമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഉണ്ടാകുമ്പോൾ അല്ലാഹുവേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യന്റെ ചെയ്തി കൊണ്ടാണ്, മോശമായ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് ദുനിയാവിൽ തെറ്റുകുറ്റങ്ങൾ വർദ്ധിക്കുന്നത്. നമ്മൾ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടാൽ അത് പടച്ച തമ്പുരാന് ഇഷ്ടമല്ലല്ലോ. നമ്മൾ കണ്ണുകൊണ്ട് ഹറാമ് കാണുമ്പോ, ചെവി കൊണ്ട് ഹറാമ് കേൾക്കുമ്പോ, നാക്ക് കൊണ്ട് ഹറാമ് പറയുമ്പോ, റബ്ബേ ഹൃദയം കൊണ്ട് ഹറാമ് ചിന്തിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വല്ലാത്ത ദേഷ്യമാവുകയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അറിഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്കുമുകൾ നമ്മോട് ജീവിക്കാൻ പറയുമ്പോ ആ പടച്ച റബ്ബിനെ ധിക്കരിക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോ ആ പടച്ച തമ്പുരാനെ എങ്ങനെയാണ് പിന്നെ നമ്മോട് ഇഷ്ടം കടന്നു വരിക? അല്ലാഹു എങ്ങനെയാണ് നമ്മോട് ഇഷ്ടം കടന്നു വരിക? ആ പടച്ച റബ്ബിന് നമ്മോട് ദേഷ്യം ഉണ്ടാകൂലേ? അതുകൊണ്ടാ പറയുന്നത്, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കോ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കോ, ദാനധർമ്മങ്ങൾ ചെയ്തോ. ഒരുപാട് നന്മകൾ ദുനിയാവിന്റെ തൊലിക്കുമുകൾ നീ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും മാറ്റി തരികയാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒന്ന് ആലോചിച്ചു നോക്കണേ ഉമ്മ, ഒന്ന് ആലോചിച്ചു നോക്കണേ ഉമ്മ. പടച്ച റബ്ബേ, കിലോമീറ്ററുകൾക്കകലെ മൈൽ കണക്കിനകൽ സ്ഥിതി ചെയ്യുന്ന കത്തിച്ചലിക്കുന്ന സൂര്യന്റെ ചൂട് അല്ലാഹുവേ നമുക്ക് ഒരാളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. എല്ലാവരും പറയുകയാ, എല്ലാവരും പറയുകയാ, ഇതെന്ത് ചൂടാ അല്ലാഹ്, ഇതെന്തൊരു ചൂടാ അല്ലാഹ്, ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ് എന്ന് എല്ലാവരും ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിക്കണേ ഉമ്മ, ഒരു നിമിഷമെങ്കിലും ഒന്ന് ആലോചിക്കണേ ഉമ്മ. നാളെ പടച്ച തമ്പുരാന്റെ മഹ്ശറയിലോ ഒരു ചാണകല സൂര്യൻ ഇങ്ങനെ കത്തിച്ചൊലിക്കുമ്പോ അല്ലാഹുവേ എങ്ങനെയാ സഹിക്കാൻ കഴിയുന്നത്? എങ്ങനെയാ സഹിക്കാൻ കഴിയുന്നത്? നമുക്ക് ആ വേദന, ആ ചൂടിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുമോ ഉമ്മ?
നമുക്കിങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും ഉമ്മ. അതുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്കമുകളിലോ പടച്ചുറപ്പേ ഈ ചൂട് തന്നെ സഹിക്കാൻ കഴിയാത്ത നമ്മളോ അല്ലാഹുവേ തെറ്റുകുറ്റങ്ങളെ മുഴുവനും കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മളെല്ലാവരും കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു എങ്ങനെയാണ് നമ്മെ സ്വീകരിക്കുന്നത്? പടച്ച തമ്പുരാനെ എങ്ങനെയാണ് നമ്മെ സ്വീകരിക്കുന്നത്? ആ പടച്ച തമ്പുരാനെ നമ്മളെ എങ്ങനെയാണ് വരവേൽക്കുന്നത്? അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ, നീ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാ, പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് തിന്മകൾ അധികരിക്കുന്ന കാലഘട്ടമാണ് അല്ലേ? ഒരുപാട് ഹറാമിൻ്റെ പേക്കൂത്തുകൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിലും നമ്മുടെ പുറങ്ങളിലും വീടിൻ്റെ ഉള്ളറയിലും റൂമുകളും മൊത്തം ഹറാമ് കാണുന്നു, ഹറാമ് പറയുന്നു, ഹറാമ് പ്രവർത്തിക്കുന്നു. ഈ രീതിയിലേക്ക് മനുഷ്യനിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് 40 വർഷക്കാലം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന് അല്ലാഹു തആല 40 വർഷമാണ് വരൾച്ച കൊടുത്തത്. ആർക്ക്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല 40 വർഷമാണ് വരൾച്ച കൊടുത്തത്. എന്നിട്ട് ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയാണ്, നിന്റെ സമൂഹത്തോട് തെറ്റുകൾ ചെയ്യരുതെന്ന് പറ, നിന്റെ സമൂഹത്തോട് തെറ്റുകൾ ചെയ്യരുത് എന്ന് പറ. ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാൻ, തൗബ ചെയ്യാൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കാൻ. അങ്ങനെ ദുനിയാവിന്റെ ത്വരയ്ക്കുമുകൾ നന്മകൾ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 40 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് വരൾച്ചയിൽ നിന്ന് മോചനം കൊടുത്തു. മോചനം എന്തേ കാരണം? അവർ ഇസ്തിഗ്ഫാർ ചെയ്തു, അവർ നന്മകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ മുന്നേറി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഴ കൊടുത്തു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? മഴയില്ല. പടച്ചോനെ ചൂടാണ്, ഇത് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടത്താൻ മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മളിത് പറഞ്ഞുകൊണ്ട് നടത്താൻ മാത്രമേ ഉള്ളൂ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചറബ്ബേ, നീ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ ഉപകാരപ്രദമായ മഴ കൊണ്ട് ഞങ്ങൾക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ നിന്ന് മഴയെ നീ കാക്കണേ അല്ലാ എന്ന് പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്തിട്ട് അല്ലാഹുവിനോട് ചോദിച്ചിട്ട് മഴ മേടിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവേ തൻ്റെ സമൂഹത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടുകയാണ്. വല്ലാത്ത വരൾച്ച കടന്നു വന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിലെ എല്ലാ ജനങ്ങളെയും വിളിക്കുകയാണ്. എല്ലാവരും ഒരു സമൂഹത്തെ അല്ലാഹുവേ ആ ജനത മുഴുവനും ഒരു സ്ഥലത്തേക്ക് കടന്നു വരാൻ വേണ്ടി പറയുകയാണല്ലോ. അങ്ങനെ എല്ലാവരും കടന്നു വരികയാണ്. ആ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും കടന്നു വന്നു. അവിടെ കയ്യിലുള്ള വീട്ടിലുള്ള 4 കാലുകളെ അല്ലാഹുവേ മൃഗങ്ങളെ പക്ഷികളെ എല്ലാത്തിനെയും കൊണ്ടുവരികയാണല്ലോ. അവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങൾക്ക് ഒരുപാട് ഉത്ബോധനം കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറബിന്റെ മുമ്പിൽ കരങ്ങളുയർത്തി ജനങ്ങളെല്ലാവരും ആമീൻ പറഞ്ഞു. പടച്ചറബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ അവിടെ നിന്ന് ഒരുപാട് ദുആ ചെയ്തിട്ടും മഴ വർഷിക്കുന്നില്ലല്ലോ. മൂസാ നബിക്ക് വല്ലാത്ത സങ്കടമായല്ലോ. എല്ലാവരും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കളിയാക്കാൻ തുടങ്ങുകയാണ്. അവിടുന്ന് എല്ലാവരും പരിഹസിക്കുകയാണല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് അല്ലാഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, അല്ലാഹ്
നിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരുപാട് ദുആ ചെയ്തു അല്ലാഹ്, ഒരുപാട് നന്മകൾ പറഞ്ഞു അല്ലാഹ്, ഒരുപാട് ദാനധർമ്മങ്ങൾ ഇവിടെ ജനങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാഹ്, ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും നമ്മൾ ചൊല്ലിയല്ലോ അല്ലാഹ്. എന്നിട്ടെന്തേ മഴ വർഷിക്കാതിരുന്നവ, എന്നിട്ടെന്തേ മഴ വർഷിക്കാതിരുന്നവ അല്ലാഹുവേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചറപ്പേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് പറയുന്നു, മൂസാ, ആ സമൂഹത്തില് ഒരു നമീമത്തുകാരനായ ഒരാളുണ്ടായിരുന്നല്ലോ മൂസാ, അവന്റെ അവന്റെ കാരണം കൊണ്ടാണ് മൂസാ നബിയെ നിങ്ങൾക്ക് മഴ വർഷിക്കാത്തതെന്ന് അല്ലാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മറ്റുള്ളവന്റെ കുറ്റം പറഞ്ഞിട്ട്, മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ട്, മറ്റുള്ളവനെ ഇല്ലതും ഇല്ലാത്തതും പറഞ്ഞിട്ടോ അല്ലാഹുവേ അവനെ വഴി തെറ്റിപ്പിക്കുമ്പോൾ, അവന് മനസ്സിന് വേദന കൊടുക്കുമ്പോൾ, അവനെ ഇരുലോകത്തും പ്രയാസപ്പെടുത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഏറ്റവും കൂടുതൽ വെറുത്തവനായിട്ടാണ് കാണുന്നത്, നിന്നെ ഏറ്റവും കൂടുതൽ വേദനിച്ചവനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത്. അതുകൊണ്ട് വേണ്ട, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അവിടെ നിന്ന് 40 വർഷക്കാലം അവിടെ നിന്നും എൻ്റെ പ്രിയമുള്ളവരെ മഴയില്ലാതെ പ്രയാസപ്പെട്ടു. 40 വർഷം അല്ലാഹു തആല പ്രയാസം കൊടുത്തു. അവസാനം ഇസ്തിഗ്ഫാർ നടത്തി നന്മകൾ ചെയ്തു അല്ലാഹു തആല മഴയെ വർഷിപ്പിച്ചു കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്തിൽ അവിടെ വരൾച്ച വന്നപ്പോൾ മൂസാ നബി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി, എല്ലാവരോടും അവിടുന്ന് ഒരുമിച്ച് കൂട്ടി എൻ്റെ പ്രിയമുള്ളവരെ തൗബയുടെ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ച് തൗബ നടത്തി ദുആ ചെയ്തു. പടച്ച റബ്ബേ, ഒരിക്കലും തന്നെ പിന്നീട് മഴ കഴിയുന്നില്ല. ആ സമയത്താണ് അവിടുന്ന് ചോദിക്കുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് മഴ ലഭിക്കാത്തതിന്റെ കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ ഒരു തമ്മാടിയായ നമീമത്ത് പറയുന്നവരായ ഒരാളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നബിയെ നിങ്ങൾക്കത് തരാത്തത് എന്ന് അല്ലാഹുവിന്റെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, 3 കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും തന്നെ ഒരാൾക്കും തടഞ്ഞു വെക്കരുത്. എത്രണ്ണം? 3 കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരാൾക്കും തന്നെ നിങ്ങൾ തടഞ്ഞു വെക്കരുത്. ഒന്നാമതായിട്ട് പറഞ്ഞു, വെള്ളത്തെ നീ തടയരുത്. 2 പറഞ്ഞു, തീയിനെ നീ തടയരുത്. 3 പറഞ്ഞു, ഉപ്പിനെ നീ തടയരുത്. നമ്മുടെ വീട്ടിനകത്തൊക്കെ വെള്ളം ഉണ്ടാകും, നിങ്ങളുടെ വീട്ടിനകത്തൊക്കെ വെള്ളം ഉണ്ടാകും അല്ലെ? വെള്ളം ഉണ്ടാകും. ചിലപ്പോൾ അയൽപക്കത്ത് വെള്ളം ഉണ്ടായിരിക്കില്ല. നമ്മുടെ കിണറ്റിനകത്ത് വെള്ളമുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കിണറ്റിനകത്തുള്ള വെള്ളം എടുത്തിട്ട്, നമ്മുടെ കിണറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അവർ ചോദിച്ചാൽ അവർക്ക് കൊടുക്കണം. ഒരു വീട്ടിൽ വെള്ളമില്ലെങ്കിൽ അത് കൊടുക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വെള്ളം തടഞ്ഞു വെക്കരുത്, തീയെ തടഞ്ഞു വെക്കരുത്, ഉപ്പിനെ നിങ്ങൾ തടഞ്ഞു വെക്കരുത്. അത് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്താൽ എൻ്റെ വീട്ടിലെ എൻ്റെ കിണറ്റിലെ വെള്ളം വറ്റുമെന്ന് വിചാരിക്കണ്ട. എടാ, മറ്റുള്ളവന്റെ പറമ്പിലും കൂടെ പെയ്ത വെള്ളം, മഴ പെയ്തിട്ട് അതിന്റെ വെള്ളമാണ് നിന്റെ കിണറ്റിനകത്ത് കിടക്കുന്നത് എന്ന ഓർമ്മ നിനക്ക് വേണം. നിന്റെ മാത്രം വെള്ളമല്ലത്, മറ്റുള്ളവന്റെ കിണറ്റിലും കൂടെ കിടന്ന, അവന്റെ തൊടിയിലും കൂടെ പെയ്തിടുന്ന വെള്ളമാണ് നിന്റെ കിണറ്റിനകത്ത് കിടക്കുന്നത്. ആ ഒരു ഓർമ്മ നിനക്ക് വേണം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദാഹിച്ചു പറയുന്നവന്, പ്രയാസപ്പെടുന്നവന് ഒരു തുള്ളി വെള്ളം കൊടുത്താൽ അല്ലാഹുവേ, നമ്മളെല്ലാവരും കേൾക്കുന്നവനാണ്. ബനൂ ഇസ്രായേലിൽ പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം നമ്മൾക്കറിയുമല്ലോ. ദാഹിച്ചു കരഞ്ഞുകൊണ്ട് മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരന് പടച്ചുറപ്പേ വല്ലാത്ത പ്രയാസപ്പെട്ടുകൊണ്ട് കടന്നു പോകുമ്പോഴാണ് പടച്ചുറപ്പേ വല്ലാതെ ദാഹം അനുഭവപ്പെട്ടത്. അല്ലാഹുവേ, അവിടുന്ന് ഒരു തുള്ളി വെള്ളം കിട്ടാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഒരു തുള്ളി വെള്ളമെങ്കിലും ഒന്ന് ലഭിച്ചിരുന്നെങ്കിലോ അല്ലാഹുവേ, നമുക്ക് നാക്കൊന്ന് നനക്കാമായിരുന്നല്ലോ, തൊണ്ടയൊന്ന് നനക്കാമായിരുന്നല്ലോ. ഈ പ്രയാസത്തിൽ നിന്നൊരു അറിവ് തന്നിരുന്നെങ്കിലോ, ഒരു തുള്ളി വെള്ളമെങ്ങാനും എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തന്നിരുന്നെങ്കിലോ അല്ലാഹുവേ എന്ന് വിചാരിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരന്, അതാ എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ നിന്നും സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്.
കാണുകയാണ്. അല്ലാഹുവേ, മരുഭൂമിയിലൊരു പൊട്ടക്കിണർ കാണുകയാണല്ലോ. അതിൽ നിന്ന് വെള്ളം കോരിയെടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ കാണുന്നില്ല. ഈ ചെറുപ്പക്കാരനതാ ആ കിണറ്റിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. അതിനകത്ത് നിന്ന് വെള്ളം കോരുകയാണ്. ആ വെള്ളം എടുത്തിട്ട് കുടിക്കുകയാണല്ലോ. എന്നിട്ട് പുറത്തേക്ക് കടന്നു വരുമ്പോ അതാ വെള്ളം അങ്ങനെ അല്ലാഹുവേ ദാഹിച്ച് വരഞ്ഞുകൊണ്ട് നനഞ്ഞ മണ്ണിങ്ങനെ കത്തുന്നൊരു നായെ കാണുകയാണ്. നാക്ക് കൊണ്ട് നക്കിയെടുക്കുന്ന ഒരു നായെ കണ്ടപ്പോ ഈ മനുഷ്യന് എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവേ, ആ കിണറ്റിലേക്ക് തന്നെ ഇറങ്ങുകയാണല്ലോ. എന്നിട്ടോ ആ കിണറ്റിലേക്ക് തന്നെ ഇറങ്ങിയിട്ട് അതിൽ നിന്നും വെള്ളതാ തന്റെ ഗുഫയിലേക്ക് അങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് പുറത്തേക്ക് കടന്നു വന്നിട്ട് ആ നായക്ക് കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാ, വ്യഭിചാരിയാണല്ലോ. ഒരുപാട് ഹറാമിന്റെ വഴികളിലൂടെ പേക്കൂത്തുകളിലൂടെ കടന്നുപോയ ചെറുപ്പക്കാരന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. എന്തേ കാരണമെന്നറിയോ? ദാഹിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരൊറ്റ നായക്ക് വെള്ളം കൊടുത്തതാണല്ലോ. ആ സമയത്താണ് അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതങ്ങ് പറയുമ്പോ സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നലനാ ഫിൽ ബഗായിമി അജ്റാ. ഈ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദാനങ്ങൾ ചെയ്താൽ, ഇതുപോലെ നന്മകൾ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് കുടിക്കാൻ കൊടുത്താൽ, അതിന്റെ ഭക്ഷണം കൊടുത്താൽ നമുക്കും അതിന്റെ പ്രതിഫലമുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഫീ കുല്ലി ഖബ്ദി റതബത്തിൻ അജ്റൻ. പച്ചയായ ഹൃദയമുള്ള ഏതെങ്കിലും ഒരു വസ്തുവിന്, ഒരു മനുഷ്യന്റെ, ഒരു ജീവിക്ക് നിങ്ങൾ ദാനം കൊടുത്താൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗമുണ്ടല്ലോ. നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്തേ ചെയ്തെന്നറിയോ? എന്തേ ചെയ്തെന്നറിയോ? തന്റെ മുമ്പിലൂടെ ദാഹിച്ച് വലഞ്ഞുകൊണ്ട് കടന്നു വന്നൊരു നായക്ക് വെള്ളം കൊടുത്തതാവുമ്പോ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ തെറ്റുകളുടെ കൂമ്പാരങ്ങളിലൂടെ കടന്നു പോയ ചെറുപ്പക്കാരന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന സ്വർഗ്ഗം കൊടുക്കുകയാണല്ലോ. അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവർ, എങ്ങനെയാ സ്വർഗം ലഭിച്ചത്? എങ്ങനെയാണ് സ്വർഗം ലഭിച്ചത്? തന്റെ മുമ്പിലൂടെ ദാഹിച്ചുകൊണ്ട് കടന്നു വന്ന നായക്ക് ഒരു തുള്ളി വെള്ളം ആ കിണറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു. ആ മനുഷ്യൻ അല്ലാഹു തആല സ്വർഗത്തിൽ കടത്തി. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ തണ്ണീർ പന്തലൊക്കെ നമ്മൾ ഒരുക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ പറവകൾക്കൊരു കൊടി നീര് എന്നുള്ള പദ്ധതിയും കൂടെ ഒരുക്കിക്കോ. അല്ലാഹു നിനക്ക് പ്രതിഫലം തരും. അല്ലാഹു നിനക്ക് പ്രതിഫലം തരും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയമുള്ളവരെ, പച്ചയായ ഹൃദയമുള്ള ഏതെങ്കിലും ഒരു വസ്തുവിന്, ഏതെങ്കിലും ഒരു ജീവന് നിങ്ങൾ സഹായം കൊടുത്താൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നിന്നെ അല്ലാഹു കൈവിടൂല. നിനക്ക് സ്വർഗ്ഗം ഉറപ്പാ. നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നീ ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും നീ നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ രക്ഷയും നീ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചു തമ്പുരാനെ, ഞങ്ങളെ ലോക മുസ്ലിമീങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാവിധ ഖൈറും ബറക്കത്തും നീ തരണേ റബ്ബേ. ഞങ്ങൾ നമ്മൾ പറഞ്ഞു പോയവിടെ ഖബറിലേക്ക് നിന്റെ മിഥില സവാബിൽ നീ എത്തിക്കണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞ ഇൽമു നാഫിയാക്കി തരണേ അല്ലാഹ്. ഉപകാരപ്രദമുള്ള അറിവിൽ നീ പെടുത്തണേ അല്ലാഹ്.
അല്ലാഹുവേ പടച്ച തമ്പുരാനെ നീ ഞങ്ങളെ ഒരിക്കലും തന്നെ വിഷമിപ്പിക്കരുതേ റബ്ബേ. ഇരുലോക വിജയികൾ നീ ഞങ്ങളെ എല്ലാവരെയും പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്റെ മുമ്പിലല്ലാതെ ഞങ്ങൾക്ക് ഒരാളോട് ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ വിഷമങ്ങൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ സന്തോഷങ്ങൾ, ഞങ്ങളുടെ എല്ലാം പറയാനില്ല, മറ്റൊരാളില്ല. അതാണ് റബ്ബേ നിന്നോട് ഞങ്ങൾ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നത് നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ മഴ ഇല്ലാത്തൊരവസ്ഥ തരല്ലേ അല്ലാ. പ്രയാസപ്പെടുന്ന അവസ്ഥകളൊന്നും നീ ഞങ്ങളിൽ തരല്ലേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ച തമ്പുരാനെ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഇരുലോക വിജയികളിൽ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ജീവിതത്തിൽ ചിന്തിക്കുന്നത്, പറയുന്നത്, കേൾക്കുന്ന എല്ലാം നാഫിയാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ച തമ്പുരാനെ ഞങ്ങളുടെ ഓരോ സംരംഭങ്ങളും നീ വിജയിപ്പിച്ച് തരണേ തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങളെ ഒരാളെയും വിഷമിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് ദീന് പറയാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ, പഠിക്കാൻ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. അവരൊക്കെ വിഷമങ്ങളെ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. ഈമാനുള്ളവരിൽ പെടുത്തണേ അല്ലാ. വിരൽ ചെയ്യത്തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضله صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.